പക്ഷെ ആളങ്ങനെ പറഞ്ഞത് കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ല, കള്ളൻ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല, അത് പോയിട്ടുണ്ടാവും എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അപ്പുറത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇവിടെ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തമാശ രൂപേണയാണ് പറഞ്ഞത്. അങ്ങനെ ചിരിച്ചിട്ട് ഞങ്ങളിപ്പോ പള്ളിയിൽ അച്ഛനും ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് സംസാരിച്ചിങ്ങനെ ഒരു 2 മണിക്കൂറുകളോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു എൻ്റെ വാർഡാണെങ്കിലും എൻ്റെ ഒരു കുടുംബസമ്മേളന യൂണിറ്റും കൂടിയാണ്. ഇന്നലെ കുടുംബസമ്മേളനം ഈ വീട്ടിൽ വെച്ചാണ് നടന്നത് 2:30-ക്ക്. ഞങ്ങളിവിടുന്ന് 4:30 ആയിപ്പോഴാണ് വീട്ടിലേക്കൊക്കെ പോയത്. എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇങ്ങനെ ഒരു കുടുംബസമ്മേളനം നടത്തുന്ന പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? പെരുമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ചെറിയൊരു അസ്വസ്ഥനായിരുന്നു. അല്ലെങ്കിൽ ആള് കോമഡിയും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ്. എപ്പോൾ നോക്കിയാലും മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇവിടെ കാണാം, റോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയുന്ന ഒരു സ്വഭാവക്കാരനാണ്. പക്ഷെ ഇങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ളതോ, എന്ത് ദുർബല നിമിഷത്തിൽ ചെയ്തോ എന്തോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പിന്നെ ഒരു കടങ്ങളും ബാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് പറയണത്. ഭാര്യ വിദേശത്താണ്, ആ പൈസയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. ആ കുറച്ച് പൈസയൊക്കെ ദൂർത്തടിക്കുകയോ എന്തൊക്കെയോ ചെയ്ത ആളുടെ നഷ്ടം. രാവിലെ മുതൽ തന്നെ ഈ ഒരു പ്രദേശത്തായിരുന്നല്ലോ പോലീസ് പരിശോധന. അപ്പോൾ ആ കാര്യമൊക്കെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്നു സമ്മേളനത്തിൽ? കുടുംബസമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. പോലീസ് ഇവിടെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവർ അന്വേഷിക്കണം നന്നായിട്ട് തന്നെ. അപ്പുറത്ത് 3-4 വണ്ടി പോലീസ് ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം. പക്ഷെ ആളങ്ങനെ പറഞ്ഞത് കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ല, കള്ളൻ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല, അത് പോയിട്ടുണ്ടാവും എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അപ്പുറത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇവിടെ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തമാശ രൂപേണയാണ് പറഞ്ഞത്. അങ്ങനെ ചിരിച്ചിട്ട് ഞങ്ങളിപ്പോ പള്ളിയിൽ അച്ഛനും ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് സംസാരിച്ചിങ്ങനെ ഒരു 2 മണിക്കൂറുകളോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇവിടെയുള്ള ആളുകളായിട്ടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയാണ്? ഒരു 2.5 കൊല്ലമായിട്ടുള്ള ഈ നാട്ടിൽ വന്ന് വീട് വാങ്ങിച്ച് താമസിച്ചിട്ട് ഈ ഭാഗത്തുള്ളവരൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 1-1.5 കൊല്ലമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ആള്. എല്ലാവരുടെ അടുത്തും ജോലിയായിട്ട് സംസാരിക്കുക, ചുറ്റിക്കറങ്ങി നടക്കുക. മിക്കപ്പോഴും കാലത്ത് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആൾ ഫ്രീ ആണല്ലോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. എല്ലാവരും ചെറുതായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു, കമ്പനി കൂടുതലുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ കൃത്യം നടത്തിയ ദിവസം 14-ാം തീയതി പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നു? ഞങ്ങൾ കണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാലത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത് ചെയ്തു പോണത് നമുക്കൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. ഞങ്ങൾ അവിടെ നിന്ന് CC ക്യാമറയിൽ അത് കണ്ടു. ഒരു 2:20 ഒരു 3:20 സമയത്ത്. ഞങ്ങൾ ക്യാമറയിൽ കണ്ടു. ക്യാമറയിൽ ശ്രദ്ധിച്ചത് ഇപ്പോൾ പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണല്ലോ ശ്രദ്ധിച്ചപ്പോൾ ഫോട്ടോ ഇത് കാണാൻ വേണ്ടി എടുത്തിരുന്നു. അവര് സ്കെച്ച് എടുത്തപ്പോൾ ഞങ്ങൾ അത് രണ്ടാമത് എടുത്ത് കണ്ട് ഞാനത്. അതിനുശേഷം ഈ പുള്ളിയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രത്യേകത. കാലത്ത് ഞങ്ങൾ കണ്ട് സംസാരിച്ചതാണ്. ഉച്ചയ്ക്ക് 2.5 മണിക്കൂർ ഇവിടെ എന്ന് പറഞ്ഞതൊക്കെ. അപ്പം എല്ലാവരുമായിട്ട് ഈ യൂണിറ്റ് ഈ പ്രദേശത്തുള്ളവരും കൂടി ഒരു 10-20 വീട്ടുകാരാണല്ലോ ഉള്ളത്. എന്നിട്ടും അത് പിടിക്കല്ലേ. ഇത് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ആളുടെ സാമ്പത്തികമായിട്ടുള്ള ഇതായിരിക്കുക അങ്ങനെ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നു.